രജനീകാന്തിൻ്റെ ഈ ഡയലോഗ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. രണ്ട് കൈയും രണ്ട് കാലും പോനാ കൂടെ കാളിയങ്ങനെ പൊളിച്ചുക്കുവാൻ സാർ കെട്ട പയ്യസാറവ. രജനീകാന്ത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കുറേ പടങ്ങൾ വരും. ഭാഷ, പടയപ്പ, ജയിലർ, അങ്ങനെ കുറേ ആക്ഷൻ പടങ്ങളാണ് ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരും. പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു രജനീകാന്ത് ഉണ്ട്. അതായത് അടിപൊളി പെർഫോമൻസ്, നമുക്ക് രജനീകാന്തിനെ തന്നെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസിലുള്ള പടങ്ങൾ രജനീകാന്ത് ചെയ്തിട്ടുണ്ട്. അതുപോലൊരു പടമാണ് 1978 ജെ മഹേന്ദ്രൻ ഡയറക്റ്റ് ചെയ്ത മുള്ളും മലരും. രജനീകാന്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ്, എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ല പടമാണ്. ഈ രജനീകാന്തിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. അതായത് ഒരേ സമയം ഹീറോ ആയിട്ടും അതേ സമയം ഒരു വില്ലൻ ഷെയ്ഡിലുള്ള ക്യാരക്ടറാണ് രജനീകാന്ത്. കാളി എന്ന് പറഞ്ഞ ക്യാരക്ടർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പുതിയൊരു ഓഫീസർ വരികയാണ്. ആ ഓഫീസറും ഈ കാളി എന്ന് പറഞ്ഞ ക്യാരക്ടറും ഉണ്ടാകുന്ന ഈഗോ ക്ലാഷ്, അത് അവരുടെ ഫാമിലീനെ എങ്ങനെ ബാധിക്കണം, അതൊക്കെയാണ് ഇതിൻ്റെ പ്ലോട്ട്. കുറേ നല്ല ഡയലോഗ്സും അതേപോലെ നല്ല ഫ്രെയിംസും നല്ല ആക്ടിങ്ങും ഉള്ളൊരു പടമാണ്. ബാലു മഹേന്ദ്രയുടെ സിനിമാറ്റോഗ്രാഫി, ഇളയരാജയുടെ സോങ്സ്, രജനീകാന്തിൻ്റെ ഒരു വേറൊരു ഷെയ്ഡ് തന്നെ ഈ പടത്തിൽ കാണാൻ പറ്റും. ഈ പടത്തിൽ ഒരു പവർ ഹൗസ് കണക്ഷൻ ഉണ്ട്. ചിലപ്പോൾ ലോകേഷ് നിന്ന് ഇൻസ്പയർ ആയിട്ടായിരിക്കും പവർ ഹൗസ് എന്നുള്ള വാക്ക് കൂടുതൽ ഉപയോഗിച്ചത്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഈ പടം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതേപോലെ രജനീകാന്തിൻ്റെ ഈ ഷെയ്ഡ്സിലുള്ള വേറെ മൂവീസ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക.